തിരുവനന്തപുരം ശ്രീകാര്യത്തെ ലോൺ ആപ്പ് തട്ടിപ്പ് കേസിൽ അഹമ്മദാബാദിൽ പിടിയിലായ പാർത്ഥ് റാണയെ കേരളത്തിലെത്തിച്ചു. വിമാനമാർഗം കേരളത്തിലെത്തിച്ച പ്രതിയെ ശ്രീകാര്യം സ്റ്റേഷനിലേക്ക് മാറ്റി. അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു തട്ടിപ്പ് എന്നാണ് കണ്ടെത്തൽ. വിവരങ്ങളുമായി ജ്യോതിഷ് ജനാർദ്ദനൻ ചേരുകയാണ്. ജ്യോതിഷ, വളരെ നിർണായകമായ അറസ്റ്റാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. അതിന്റെ ഒരു തുടർ നീക്കം എന്നോണം ഇപ്പോൾ വിദേശത്തായിരുന്ന പ്രതിയെ കൂടി കേരളത്തിലെത്തിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്? കോയിൻഫോടെക് എന്ന ഒരു IT കമ്പനിയുടെ മറവിലായിരുന്നു ഇത്തരത്തിൽ ഒരു സംഘം പ്രവർത്തിച്ചിരുന്നത്. അതിന്റെ ഭാഗം ആദ്യമായിട്ട് 18 പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ നിന്ന് പിടിയിലായ പാർത്ഥ് റാണയെ ഇന്നിപ്പോൾ കേരളത്തിൽ എത്തിച്ചിട്ടുണ്ട്. വിമാനമാർഗമാണ് കേരളത്തിൽ പ്രതിയെ എത്തിച്ചത്. തുടർന്ന് ഇപ്പം ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവരുടെ ലക്ഷ്യങ്ങൾ, ഏത് രീതിയിലാണ് ഈ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയത്, ആരൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഇരകളായിട്ടുള്ളത് എന്നുള്ള വിശദമായ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 41 ലാപ്ടോപ്പുകളും അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കുകളും പിടിച്ചെടുത്തിരുന്നു. അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. കൂടാതെ ഇവരുടെ പ്രധാന ഇരകൾ എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലുള്ളവരാണ്. അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലുള്ളവരാണ് ഇവരുടെ പ്രധാന ഇരകൾ. അവരെ കേന്ദ്രീകരിച്ചാണ് ഈ ഉത്തരേന്ത്യ സംഘം വലിയ രീതിയിൽ കോടികളുടെ തട്ടിപ്പുകളാണ് നടത്തിയിരുന്നത്. അത് പോലീസിന്റെ വിശദമായ പരിശോധനയിൽ തന്നെ ഇത് വ്യക്തമായിട്ടുണ്ട്. കാരണം കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പണം കിട്ടും, അല്ലെ സിവിൽ സ്കോറോ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ പണം നൽകുമെന്നുള്ള വാഗ്ദാനം നൽകിയായിരുന്നു ഇത്തരം സംഘം പ്രവർത്തിച്ചിരുന്നത്. അതിന്റെ രീതിയിൽ വിദേശികളെ ഇരയാക്കുന്ന ഒരു സമീപനമായിരുന്നു ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടത്തിയിരുന്നത്. വേറെ ആരൊക്കെയുണ്ട് ഇതിന് പിന്നിൽ, മറ്റാരൊക്കെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല തിരുവനന്തപുരം കൂടാതെ കൊച്ചിയിലും ഇത്തരത്തിലൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയും വിശദമായ ഒരു അന്വേഷണം നടത്താൻ ഇപ്പോൾ DGP പോലീസ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ സൈബർ പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദമായ അന്വേഷണമാണ് ഈ തട്ടിപ്പ് സംഘത്തിനെതിരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജ്യോതിഷ്, എന്തായാലും ലോൺ ആപ്പ് തട്ടിപ്പ് കേസിൽ അഹമ്മദാബാദിൽ പിടിയിലായ പാർത്ഥ് റാണയെയാണ് ഇപ്പോൾ കേരളത്തിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടന്നു എന്നാണ് കണ്ടെത്തൽ. വളരെ നിർണായകമായ തുടർ അറസ്റ്റുകൾ കൂടി ഉണ്ടാകും എന്നുള്ളതാണ് ജ്യോതിഷ് ജനാർദ്ദൻ റിപ്പോർട്ട് ചെയ്തത്.